ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് ഭയങ്കരമായിട്ട് ആക്റ്റീവായി. അപ്പോൾ സുഭാഷ് പറയുകയാണ്, ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ പഠിക്കുന്നത്, മറ്റുള്ളവർ ചോദിക്കട്ടേന്നേ, എവിടെ പോയായിരുന്നു, എന്തിനു പോയായിരുന്നു എന്നൊക്കെ ചോദിക്കട്ടെ, അതിനുള്ള മറുപടിയൊക്കെ എനിക്കറിയാം. എനിക്ക് ഒന്ന് മാറി നിൽക്കണമെന്ന് തോന്നി, ഞാൻ മാറി നിന്നു. തിരിച്ചു വരണമെന്ന് തോന്നി, ഞാൻ തിരിച്ചു വന്നു. അത്രയേ ഉള്ളൂ. വാടാ നികേഷേ, നമുക്ക് പുറത്തേക്ക് പോയിട്ട് വരാം. ഏട്ടാ, എനിക്കൊരു ഷാർജ ഷേക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും നിനക്ക് ഉണ്ടംപൊരി, ഇതെന്തൊരു ചേട്ടനാണ്, നിങ്ങളൊരു ചേട്ടനാണോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും നിധി സുധീഷിനോട് പറയുകയാണ്, ഏതായാലും സുധീഷിൻ്റെ ആ ജ്യോത്സ്യൻ വിദ്യ ഫലിച്ചു. സുഭാഷ് ഏട്ടന് സന്തോഷമായി. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ആണല്ലേ, ഞാൻ വലിയ സംഭവമാണല്ലേ. എനിക്കറിയാം, ഞാനൊന്നും മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും പറയുകയാണ്. അപ്പോഴേക്കും നിധിയാണെങ്കിൽ നിധിയുടെ പാട്ടിന് റൂമിലടിച്ച് വാരിക്കൊണ്ടിരിക്കുക. പിന്നീട് നമ്മുടെ സുഭാഷിനെയും നികേഷിനെയും കാണിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയുകയാണ്, ചേട്ടാ എന്നാലും സുഭാഷേട്ടൻ എങ്ങനെ തോന്നി? സുഭാഷേട്ടൻ ഞങ്ങൾ ഇട്ടിട്ട് പോകാനായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങളെയൊക്കെ മറന്നിട്ട് സുഭാഷേട്ടന് പോകാൻ തോന്നിയല്ലേ? അതൊക്കെ വിടറ. എൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ട് ഞാനങ്ങനെ പോയതാണ്. ഇനി ഞാൻ പോവില്ലടാ. എന്താ അത് പോരെ? ഇനി എങ്ങാനും സുഭാഷേട്ടൻ പോയി കഴിഞ്ഞാലേ പിന്നെ ഞങ്ങളെ കാണൂല സുഭാഷേട്ടൻ. കണ്ടോ? അങ്ങനെയൊന്നും പറയില്ലടാ. നീ എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ വേദനിച്ചല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുഭാഷേട്ടന് വേദനിച്ചല്ലേ? അതേപോലെ തന്നെയാ സുഭാഷേട്ടൻ ഞങ്ങളെ വിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കേ ഞങ്ങൾ എത്ര മാത്രം വേദനിച്ചെന്ന് സുഭാഷേട്ടന് അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. മനസ്സിലായടാ എൻ്റെ പൊന്നു മക്കളെ, ഇനി ഒന്നിനും ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സന്തോഷത്തോടെ പോകുമ്പോൾ അതാ വരുന്നടാ അമ്മാവനെ കണ്ടു കഴിഞ്ഞപ്പോഴേ സുഭാഷേട്ടൻ അമ്മാവൻ വരുന്നുണ്ടല്ലോ. സുഭാഷേട്ടനെ കാണാതെ ഇപ്പം അമ്മാവനൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് വന്ന് അന്വേഷിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. അപ്പോൾ എന്നാലും അമ്മാവനോടൊന്ന് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ അമ്മാവനാണെങ്കിലും മൈൻഡ് പോലും ചെയ്യാതെ ഞങ്ങൾ വിട്ടടിച്ച് പോവുകയാണ്. ഇതെന്ത് പരിപാടിയാടാ? എന്നെ അന്വേഷിക്കാനൊക്കെ വന്നേലേ, എന്നിട്ട് എന്താടാ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുഭാഷ് നേരെ അമ്മാവാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുകയാണ്. പക്ഷെ അമ്മാവ് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താ അമ്മാവാ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത്? അമ്മാവാ എന്നെ കാണാതായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മാവൻ എന്നെ അന്വേഷിച്ച് വന്നതല്ലേ അമ്മാവാ? അതിനുള്ള കാരണം അമ്മാവനെ അറിയണ്ടേ? എനിക്കറിയാം. ആ ലെറ്ററല്ലേ, നീ ലെറ്റർ എഴുതി വെച്ചിട്ടല്ലേ പോയത്? അത് ഞാൻ കണ്ടായിരുന്നു. ആ ജോൽസിൻ്റെ വാക്കും കേട്ട് നീ പോയതല്ലേ? അത് അന്വേഷിക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്. പിന്നെ നീ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്? അമ്മാവ ശരി അമ്മാവ, സൗഹൃദമൊന്നും പുതുക്കാനായിട്ട് നിൽക്കണ്ട. എടാ ചെറുക്ക, ഞാനും എൻ്റെ പെങ്ങളും കൂടിയേ അങ്ങോട്ട് വന്ന് നിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചെന്ന് വിചാരിച്ച് നിന്നോടുള്ള പിണക്കമൊന്നും മാറിയെന്ന് നീ കരുതരുത്. അതൊക്കെ നിൻ്റെ വെറും തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നു നീ വെറും മന്ദബുദ്ധിയാടാ. അയ്യോ അമ്മാവ, ഞാൻ അങ്ങനെയൊന്നും വന്നതല്ല അമ്മാവ. എനിക്ക് അമ്മാവനോടൊരു കാര്യം ചോദിക്കാനുണ്ട് അമ്മാവ. എൻ്റെ വീട്ടിലെ ഈ ഇടക്കും 3-4 ജ്യോത്സ്യന്മാർ വന്നായിരുന്നു. പക്ഷേ അവരെല്ലാവരും പറഞ്ഞു ജാതകത്തിൽ കാണുന്ന പോലെ വലിയ ദോഷമൊന്നുമില്ല. പക്ഷേ എല്ലാവരും പറഞ്ഞ ഓരോരോ കാരണങ്ങളുണ്ട്. അതായത് ഒറ്റ വാക്കിൽ എല്ലാവരും ഒരേപോലെ പറഞ്ഞ വർത്തമാനമുണ്ട്. അത് തറവാട്ടമ്പലമാണ്. ആ തറവാട്ടമ്പലം എവിടെയാണെന്ന് അമ്മാവനറിയോ അമ്മാവ? എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അച്ഛന് ഈ ദൈവവിശ്വാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അച്ഛനോട് ചോദിച്ചിട്ടും കാര്യമില്ല. അച്ഛനതിനെ അറിയാനും പാടില്ല. ഞാൻ ചോദിച്ചായിരുന്നു, പക്ഷെ അറിയാനും പാടില്ല. പക്ഷേ അമ്മാവൻ നല്ല ദൈവവിശ്വാസമുള്ള ആൾക്കാരൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മാവനൊന്ന് പറയണം, ആ തറവാട്ടമ്പലം ഏതാണ്? അവിടെ പോയി പൂജയും വഴിപാടുകളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറുമെങ്കിലും മാറട്ടെ അമ്മാവ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാവനാണെങ്കിൽ അതേടാ ചെറുക്കാ, എൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലായി. തറവാട്ടമ്പലത്തിൽ പോയി ഇനി ആ തറവാട്ടമ്പലത്തിലും കൂടി സ്ഥാനം സ്ഥാപിക്കണം. അതിനു വേണ്ടിയുള്ള പരിപാടികളല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നടക്കില്ല, അതൊന്നും നടക്കാൻ പോകുന്നുമില്ല. അതൊക്കെ നിൻ്റെയൊക്കെ മനസ്സിലിരുന്നാൽ മതി. അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാവൻ എന്താ അമ്മാവൻ ഇങ്ങനെ പറയുന്നത്? അതേ, ഞങ്ങൾ സ്നേഹം കാണിച്ച് വന്നെന്ന് വിചാരിച്ചുകൊണ്ട് അത് സ്നേഹമായിട്ടൊന്നും കരുതണ്ട. ഒരാളെ വീടിൻ്റെ അയൽവക്കം കാണാതെയായി, അപ്പോൾ അതൊന്ന് അന്വേഷിച്ചു, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ നീയൊക്കെ ആ കുടുംബവും തറവാടൊക്കെ പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിമോഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താണിത്? ഇതാണാ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ അമ്മാവൻ? ഇതൊക്കെ വെറും അഭിനയമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ സുഭാഷ് ഏട്ടാ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും സുഭാഷ് ഏട്ടൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഞങ്ങളെയൊക്കെ നിഷ്പ്രയാസം അയാൾക്ക് അവിടെ നിന്ന് ഇറക്കി വിടാമെന്ന്. അതുകൊണ്ടായിരിക്കും സ്നേഹം പ്രകടിപ്പിച്ച് വന്നത്. ഇവരൊക്കെ മനസ്സിലിരിപ്പേ. അതേടാ, അല്ലെങ്കിൽ അത് നേര് തന്നെയാ എന്നും പറയുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഇവർ നമുക്കൊരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഇവരങ്ങോട്ട് ചായ കുടിക്കാനായിട്ട് ചായക്കടയുടെ മുന്നിൽ വന്ന് നിൽക്കുക. ചേട്ടാ 2 ചായയും 2 പഴംപൊരി എന്ന് പറയാം. അപ്പോൾ എന്താടാ സുഭാഷേ, നിന്നെയൊക്കെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ അനിയന്മാരൊക്കെ ഞങ്ങളോട് വന്ന് ചോദിച്ചായിരുന്നല്ലോടാ
എവിടെ പോയതാടാ? ഹാ, അനിയന്മാരെ പറ്റിച്ച് എങ്ങോട്ടെങ്കിലും വിടാനുള്ള പരിപാടി ആയിരുന്നു അല്ലേടാ? ഇത് കഴിഞ്ഞപ്പോഴേക്കോ അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അപ്പോൾ വേറൊരു ചേട്ടൻ അവിടെ നിന്ന് പറയണം, അല്ലെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും. ദേ ചേട്ടാ ചായ വേണ്ട. അയ്യോ ഞാൻ ചായ എടുത്തു. ചായ എടുത്തെങ്കിലേ നീ ഇവിടെ ഇരിക്കണ ഈ ചേട്ടൻ കണ്ടോ, ആ ചേട്ടനെ കൊണ്ടേ കൊടുക്ക്, അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷും നികേഷും കൂടി അവിടെ നിന്ന് പോകണം. അല്ല പിന്നെ അവരുടെയൊക്കെ തോന്നിയ കണ്ടില്ലേ? എടാ അവർ എന്തെങ്കിലും പറയണമെങ്കിൽ പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും പറയാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഒരു വായി തോന്നിയ കാര്യങ്ങളെല്ലാം മുഴുവൻ പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് അങ്ങോട്ട് എന്നും പറയാം. അങ്ങനെ നമ്മുടെ സുഭാഷ് നേരെ സൈറ്റിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചാന്ദിനി ഇതും ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഈ അവിനാഷാണെങ്കിലും ആശ്വാസപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ സുഭാഷ് എന്നിട്ട് ചോദിക്കണം, എന്താടാ പറ്റിയത്? ചാന്ദിനി എന്തിനാ കരയുന്നത്? എന്താടാ അവിനാഷേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതേ ഭയ്യ, അതൊരു പ്രശ്നമുണ്ട് ഭയ്യ. അത് ഇവളുടെ നാട്ടിലെ ഇവൾക്കൊരു കല്യാണാലോചന, പക്ഷെ അത് അവൾക്ക് ഇഷ്ടമല്ല. ആ അയാൾ ഭയങ്കര വൃത്തികെട്ടവനാ, ദുഷ്ടനാ എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് ഇവൾ കിടന്ന് കരയുന്നത്. ഇവളുടെ അങ്കിള് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു അത്രേ, ഇവളെ കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഇവൾ പോകില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ട് ചാന്ദിനിയാണെങ്കിൽ ഇല്ല, മെയ് നെയ് ജാവൂങ്കി, ഞാൻ പോകൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ചാന്ദിനിയുടെ ആ കരച്ചിട്ടുണ്ടെപ്പോഴേക്കും, ചാന്ദിനി കരയല്ലേ, ഞാൻ ചോദിക്കട്ടെ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അത് തന്നെ പ്രശ്നം, അയാൾ വലിയ ദുഷ്ടനൊക്കെയാന്നേ, പക്ഷേ അയാളുടെ കയ്യിൽ നിറയെ പൈസയുണ്ട്. ആ പൈസ കണ്ടിട്ടാണ് വീട്ടുകാരെല്ലാവരും കൂടി ഇവളുടെ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ചാന്ദിനിക്ക് നന്നായിട്ട് തന്നെ അറിയാം സുഭാഷേട്ടാ എന്ന് പറയാണ്. ഓ, അപ്പോൾ ചാന്ദിനി കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അതാണ് നീ എന്നോട് പറയാനായിട്ട് തുടങ്ങിയതല്ലേ? ആ, അത് തന്നെയാണ് ഞാൻ പറയാനായിട്ട് തുടങ്ങിയെന്ന് ഹിന്ദി പറയണം. ആ ശരി, പേടിക്കണ്ട, ഇങ്ങനെ കരയല്ലേ. അപ്പോൾ ഹിന്ദിയിൽ കുറേ ഇങ്ങനെ കണകണാന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്തി പറയുന്നത്? അത് പിന്നെ എൻ്റെ സുഭാഷേട്ടാ, ഇവള് പറയുന്നത് എനിക്ക് അങ്കിളോടൊപ്പം പോകേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. അയ്യോ ചാന്ദിനി, അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാമല്ലോ. അതല്ല അവിനാഷേ, നിൻ്റെ വീട് അവർക്കറിയാവോ വന്നു കഴിഞ്ഞാലും? എൻ്റെ വീട് അറിയില്ല, പക്ഷെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കൂലേ സുഭാഷേട്ടാ? അത് വലിയ പ്രശ്നമുള്ളോ? ശരിയാണല്ലോടാ, അത് വലിയ പ്രശ്നമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ചന്ദ്രൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചെന്ന് പറയണം. അപ്പോൾ അവിനാഷാണ്, അയ്യോ സുഭാഷേട്ടൻ്റെ വീട്ടിൽ അതിനെന്താ കുഴപ്പം? അവിടെ നിധിയില്ലേ, അതുകൊണ്ട് ചാന്ദിനി അവിടെ സേഫ് തന്നെയായിരിക്കും, കുഴപ്പമൊന്നുമില്ല. അവർ വരട്ടെ, ഏതായാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതായാലും അവർ കൊണ്ടുപോകാനായിട്ടൊന്നും പോകുന്നില്ല ചാന്ദിനിയെ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചാന്ദിനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അപ്പോൾ ചാന്ദിനി പറയുകയാണെന്ന്, ഓക്കെ ഞാൻ വരാം എന്ന് പറയുകയാണ്. അപ്പോൾ പേടിക്കണ്ട, വീട്ടിലേക്ക് തന്നെ പോയിക്കോളാനും പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നികേഷിനെ കാണിക്കുകയാണ്. നികേഷിനെ സൈറ്റടിക്കുന്ന ആ പെണ്ണും നികേഷിൻ്റെ അപ്പുറത്ത് വന്നിങ്ങ് നിൽക്കുകയാണേ. ആ സമയത്ത് നികേഷിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഈ പെണ്ണ്. അപ്പോൾ നികേഷാണെങ്കിൽ എടാ ഇപ്പോൾ പറ്റിയ സമയമാണ്, പോയി ചോദിക്കടാ എന്ന് പറയണം. അങ്ങനെ നികേഷ് പോകാനായിട്ട് തുടങ്ങും തോറും നികേഷിന് ഭയങ്കര ടെൻഷനാണ്. പോണോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നികേഷ്. എടാ പോടാ. അങ്ങനെ നികേഷ് പതിയെ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഹായ് ഹലോ എന്നൊക്കെ പറയുകയാണ്. ആ പെണ്ണ് തിരിച്ചും അങ്ങനെ പറയുകയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തെറ്റിദ്ധരിക്കരുതേ എന്ന് പറഞ്ഞപ്പോഴേക്കും, എന്താ അത്? പിന്നെ ഇയാൾ എന്നെ തന്നെയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ എനിക്കത് വെറും തോന്നിയതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല തോന്നിയതല്ല, ഞാൻ ഇയാളെ തന്നെയാണ് നോക്കിയത്. ആണോ? അതെന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, എന്നൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ? അത് എനിക്ക് ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്മാർട്ടാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ചിരിച്ചത് എന്ന് പറയാം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നികേഷിൻ്റെ മുഖത്തേക്ക് നിറയെ റോസാപ്പൂക്കൾ വീഴുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. അപ്പം നികേഷ് മേളോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അതൊരു സ്വപ്നമാണെന്ന് നികേഷിന് മനസ്സിലായി. നാണക്കേട്, ആരും കണ്ടില്ലല്ലോ. അപ്പോൾ ഈ പെണ്ണിരുന്ന് അവിടെ നിന്ന് ചിരിക്കുന്നതും കണ്ട് അങ്ങനെ ഈ പെണ്ണും പതിയെ അങ്ങോട്ട് നികേഷിൻ്റെ അടുത്ത് നീങ്ങാണ്. നികേഷും ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് പതിയെ നീങ്ങി ചെല്ലുകയാണ്. രണ്ടുപേരും ഹായ് ഹലോ അപ്പോഴാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ എന്തോ ചോദിക്കാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഈ പെണ്ണിൻ്റെ വല്യച്ഛൻ വരിക. ആ വല്യച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും, വല്യച്ഛ അല്ല മോൾ കോളേജിലേക്ക് പോകാനാണോ? അതെ, വാ എന്നാൽ ഞാൻ കൊണ്ടാക്കാം. ഇപ്പം തന്നെ ബസ് വരും വല്യച്ഛ, കുഴപ്പമൊന്നുമില്ല വല്യച്ഛൻ പോയിക്കോ. കുഴപ്പമില്ല, ഞാൻ ആ വഴിയല്ലേ, ഞാനിതിൽ കോളേജിലേക്ക് കൊണ്ട് ആക്കിക്കോളാന്നേ, ഇങ്ങോട്ട് കയറി വണ്ടിയിലേക്ക്. അങ്ങനെ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ നികേഷിന് കലിയും വരിക്കണം. ഓ, ഈ വല്യച്ഛനും അയാളുടെ ഒരു വണ്ടിയും എപ്പോൾ വരാൻ കണ്ടോ, ഞാനെന്നാൽ ആ പെണ്ണിനോടൊന്ന് സെറ്റായിട്ട് വരികയായിരുന്നു എന്ന് നികേഷ് ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയാണ്. നിധി തുണികളെല്ലാം കഴുകി വിരിക്കുക. ആ സമയത്ത് ഹരീഷ് ഇറങ്ങി വരികയാണ്.
അല്ല ഏട്ടത്തി ഇന്ന് ഓഫീസിലേക്ക് പോയില്ലേ? അത് പിന്നെ ഇന്ന് ശനിയാഴ്ചയല്ലേ? ഓ ശരിയാണല്ലേ, ഇന്ന് ശനിയാഴ്ചയാണല്ലേ. ആ എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങാണ്. അല്ല സുധീഷ് ഏട്ടാ നിങ്ങൾ പോകുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും എടാ ഇന്ന് ശനിയാഴ്ചയല്ലേടാ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഓ അത് ശരി, മനസ്സിലായി കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ അതേ ഓട്ടോറിക്ഷ വരികയാണ്. അപ്പോൾ ഓട്ടോറിക്ഷ തന്നെ ഇതാരാണോ വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ശാന്തിനിയുടെ ആങ്ങളെയും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്താ ഇവിടെ വന്നത്? അതേ സുഭാഷ് ഏട്ടൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ ശാന്തിനിയെ 2 ദിവസം ഇവിടെ നിർത്താൻ വേണ്ടി കൊണ്ടുവന്നത്? ഇവിടെ നിർത്താനോ? ആ അതെ, അത് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടല്ലേ. ഏത് ഈ വീട്ടിലോ? അല്ല ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചാന്ദിനി ഇവിടെ നിർത്തിക്കോളാണ്ട് സുഭാഷ് ഏട്ടൻ പറഞ്ഞു. ഓ അത് ശരി. അപ്പോൾ സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് നമ്മുടെ സുധീഷിൻ്റെ ഫോണിലേക്ക് വിളിക്കാം. അതെ വിളിക്കുന്നുണ്ട്. ഹലോ പറ എന്ന് പറഞ്ഞപ്പോഴേക്കും എടാ ആ ചാന്ദിനിയെ 2-3 ദിവസം അവിടെ കാണും. നിന്നെ കുറേ നേരമായതല്ലേ ഞാൻ വിളിക്കുന്നത്, നീ എന്താണ് ഫോൺ എടുക്കാത്തത്? 2 ദിവസം ഇവിടെ കാണുമെന്നോ? അതേ ആ വീട്ടിൽ എന്തൊക്കെയോ കൂടുതൽ പ്രശ്നങ്ങളാടാ, അതുകൊണ്ടാടാ എന്നൊക്കെ പറയാം. അവിനാശ് അവിടെ വന്നോ? വന്നിട്ടുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ നിധിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തേ. അങ്ങനെ നിധിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. നിധിയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശരി സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അപ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ എല്ലാവരും ഇവിടെ സെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാന്ദിനിയെ ആശ്വാസപ്പെടുത്തുകയാണ്. അപ്പോൾ നിധിയാണെങ്കിൽ നിധിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ കരിശവും വരുന്നുണ്ട്. അപ്പോൾ ഈ അവിനാഷ് ഭായി ആണെങ്കിൽ യാത്രയും പറഞ്ഞിട്ട് കയറി പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും നിധിയാണെങ്കിൽ അതെ ഇയാൾ കൂടുതൽ അങ്ങോട്ട് അന്വേഷിക്കാൻ നിൽക്കണ്ടേ, വാ ചാന്ദിനി അകത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ചാന്ദിനി അങ്ങോട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ ചാന്ദിനി ആയേ ജായേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ കൂടുതൽ ഓവറാകല്ലേ. ഓവറായോ? പിന്നെ അല്ലാതെ താനേ പക്ക ഓവറാണ് സുധീഷ് ഏട്ടാ. വേണ്ടായിരുന്നു അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സുഭാഷും അതേപോലെ തന്നെ സുധീഷും കൂടി രാത്രി ഇങ്ങനെ വരിക. അല്ല ചേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണോ? അവിടെ താമസിക്കുമോ? ആര് താമസിക്കുമെന്ന്? അവിനാഷിൻ്റെ പെങ്ങൾ. ചാന്ദിനിയോ? ചാന്ദിനി കുറച്ച് ദിവസം അവിടെ താമസിക്കട്ടേന്നേ, നമ്മുടെ വീട്ടിലല്ലേ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളാണ്. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം, അവൻ പക്ക ഫ്രോഡാന്നാണ് പറയുന്നത്. പക്ഷെ അവൻ്റെ കയ്യിൽ നിറയെ പണമുണ്ട്, അതുകൊണ്ട് അവൾക്ക് തീരെ ഇഷ്ടമല്ല ഈ കല്യാണത്തിന്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഒളിച്ച് താമസിക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് പോകും ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ്. എന്നാണ് ചേട്ടാ ചേട്ടന് അവളോട് ഒരു ലൈനൊക്കെ ഉണ്ട്. പോടാ എന്താണ് ഈ പറയുന്നത്? എനിക്ക് ചാന്ദിനി ഒരു പെങ്ങളെ പോലെയാണോ? എൻ്റെ പൊന്നെ ഏട്ടാ, നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലഡ്ജില്ലേ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന്, അത് ചേട്ടൻ ഇങ്ങനെ പിന്തുടരുത് എൻ്റെ സുഭാഷ് ഏട്ടാ, വളരെയേറെ മോശമാണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുക സുന്ദരിയായൊരു പെണ്ണ് ദേ ഇവിടെ കുടുങ്ങി നടന്നു പോവാണേ, സുഭാഷ് ഏട്ടൻ നോക്കൂലേ? ഞാൻ നോക്കൂടാ, അതൊരു സാധാരണ രീതിയിൽ തന്നെ നോക്കുകയുള്ളൂ. അപ്പോൾ ആ പെണ്ണിനെയും സുഭാഷ് ഏട്ട പെങ്ങളെ പോലെ കരുതും? അതെ എൻ്റെ അനിയത്തിയെ പോലെ തന്നെ കരുതും. ഇയാളെ കൊണ്ട് വലിയ മേടാണല്ലോ, വെറുതെ അല്ലേ ഇയാളുടെ കല്യാണം നടക്കാത്തത്? ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ജന്മത്തിൽ ഇയാളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. എടാ സുധീഷ നീ ഒന്നും മിണ്ടാതിരിക്കേ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ലക്ഷ്യമുള്ളൂ, ആ തറവാട്ട് അമ്പലം എങ്ങനെയെങ്കിലും കണ്ടെത്തുക. അതിനൊരു വഴിയുണ്ട് എൻ്റെ സുഭാഷ് ഏട്ടാ. അതെ നമ്മളെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ഞങ്ങളിതെല്ലാം വഴിപാടുകളെല്ലാം ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ തറവാട്ട് അമ്പലം അറിയില്ല, തറവാട് ദൈവങ്ങളെ അറിയില്ല, അപ്പോൾ ആ ദൈവത്തിന് ഒന്ന് കൊണ്ടേ കൊടുത്തേര് എന്ന് പറഞ്ഞാലോ നമുക്ക്. ഇത് കേട്ടാ സുഭാഷിന് കാലി വരിക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.